ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ക്യാബേജ് തോരൻ എങ്ങനെയാണ് തേങ്ങയില്ലാണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. സ്കൂളിലും കോളേജിലും ഓഫീസിലൊക്കെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തുവിടാൻ പറ്റിയൊരു തോരനാണ്. ഇപ്പോൾ തേങ്ങയൊന്നും തിരികെ വെച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 ഭാഗം ക്യാബേജ് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളക്, പിന്നെ ഒരു സവാള. അപ്പം നമുക്ക് ഈ ക്യാബേജും സവാളയും പച്ചമുളകും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുകും വറ്റൽമുളകും ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും സവാളയും പച്ചമുളകും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇവിടെ തോരൻ പ്രിപ്പയർ ചെയ്യാൻ ഞാൻ തേങ്ങയ്ക്ക് പകരം മുട്ടയാണ് എടുക്കുന്നത്. അപ്പം ഞാനിവിടെ 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാബേജ് ഒന്ന് നന്നായിട്ട് സോട്ടായി വരുമ്പോഴത്തേക്ക് ഞാനിവിടെ കുറച്ച് മഞ്ഞൾ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെപ്പറിന് പകരം വേണമെങ്കിൽ നമുക്ക് ചില്ലി പൗഡറും ചേർക്കാം. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കുറച്ച് കരിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരൻ വിത്തൗട്ട് കോക്കനട്ട് റെഡി ആയിട്ടുണ്ട്. ക്യാബേജും മുട്ടയും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത വ്ലോഗിൽ കാണും വരെ ബൈ.